ഫ്രണ്ട്സ്, ടാർഗറ്റ് PSC കേട്ടതിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ സിമ്പിൾ പാസ്റ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഈ വീഡിയോയിൽ അതിന്റെ തുടർച്ചയായിട്ടുള്ള പാസ്റ്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും നോക്കാം. ആദ്യം പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ഫോം സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ് എന്ന രീതിയിലാണ് എഴുതേണ്ടത്. അത് എക്സാമ്പിൾ നോക്കിയിട്ട് നമുക്ക് ഉറപ്പുവരുത്താം. ഷീ വാസ് റീഡിങ് എ നോവൽ. ഇവിടെ ഷീ എന്ന സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ വാസ് എന്ന സിംഗുലർ ഓക്സിലറി വെർബും റീഡിങ് വെർബിന്റെ ING ഫോമും എ നോവൽ എന്നത് ഒബ്ജക്റ്റുമാണ്. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ഫോം സബ്ജക്റ്റ്, ഓക്സിലറി വെർബ്, വാസ് ഓർ വേർ, അതിന്റെ കൂടെ വെർബിംഗ് ഫോം, പിന്നെ ഒബ്ജക്റ്റ്. ഷീ വാസ് റീഡിങ് എ നോവൽ. രണ്ടാമത്തെ ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ. ഐ സബ്ജക്റ്റ്, വാസ് ഓക്സിലറി വെർബ്, വെർബിന്റെ ING ഫോം റൈറ്റിംഗ്, എ ലെറ്റർ ഒബ്ജക്റ്റ്. ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ എന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ. ദേ വേർ പ്ലേയിങ് ക്രിക്കറ്റ്. ദേ എന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. വേർ എന്ന പ്ലൂറൽ വെർബ് ഉപയോഗിച്ചു. പ്ലേയിങ് വെർബിന്റെ ING ഫോം ഉപയോഗിച്ചു. ക്രിക്കറ്റ് എന്ന ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. പാസ്റ്റ് കണ്ടിന്യൂസ് ഭൂതകാലത്തില് ഒരു പ്രവൃത്തി തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ഒരു കാര്യം സംഭവിക്കുമ്പോൾ അതിനെ സൂചിപ്പിക്കാൻ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നു. അതായത് ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തി തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഇടയില് വേറൊരു സംഭവം കൂടി നടക്കുമ്പോൾ അതിനെ സൂചിപ്പിക്കാനും പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം പാസ്റ്റ് കണ്ടിന്യൂസിലും ഇടയിൽ സംഭവിച്ച കാര്യം സിമ്പിൾ പാസ്റ്റിലുമാണ് ഉപയോഗിക്കുക. ഭൂതകാലത്തില് ഒരു പ്രവൃത്തി തുടർച്ചയായി സംഭവിക്കുമ്പോൾ അതിനെ പാസ്റ്റ് കണ്ടിന്യൂസിലും അതിനിടയിൽ സംഭവിച്ച കാര്യത്തിന് സിമ്പിൾ പാസ്റ്റിലുമാണ് പറയേണ്ടത്. എക്സാമ്പിൾ നോക്കാം. വെൻ ഹിസ് ഫാദർ കെയിം ഹി വാസ് പ്ലേയിങ് ക്രിക്കറ്റ്. ഇവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് ഫാദർ വന്നത്. അപ്പൊ ഹി വാസ് പ്ലേയിങ് ക്രിക്കറ്റ് എന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും വെൻ ഹിസ് ഫാദർ കെയിം എന്നത് സിമ്പിൾ പാസ്റ്റിലുമാണ് പറഞ്ഞത്. തുടർച്ചയായി നടന്നുകൊണ്ടിരുന്ന കാര്യം പാസ്റ്റ് കണ്ടിന്യൂസിലും ഇടയിൽ സംഭവിച്ച കാര്യം സിമ്പിൾ പാസ്റ്റിലും പറഞ്ഞിട്ടുണ്ട്. വെൻ ഐ കെയിം യു വേർ സ്ലീപ്പിംഗ്. അടുത്തത് വെൻ ഐ കെയിം യു വേർ സ്ലീപ്പിംഗ്. നീ ഉറങ്ങിക്കൊണ്ടേയിരിക്കുമ്പോൾ ഞാൻ വന്നു. ഐ കെയിം യു വേർ സ്ലീപ്പിംഗ് എന്നത് ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്ന സമയത്താണ് വന്നത്. അപ്പോൾ തുടർന്നുകൊണ്ടേയിരിക്കുന്ന കാര്യം പാസ്റ്റ് കണ്ടിന്യൂസിലും ഇടയിൽ സംഭവിച്ച കാര്യം വന്നത് സിമ്പിൾ പാസ്റ്റിലുമാണ് പറഞ്ഞിരിക്കുന്നത്. വെൻ ഹി കെയിം ടു മൈ റൂം ഐ വാസ് റീഡിങ് എ നോവൽ. ഞാൻ നോവൽ വായിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ വെൻ ഹി കെയിം ടു മൈ റൂം, എൻ്റെ റൂമിലേക്ക് അവൻ വന്നു എന്ന് പറയുമ്പോൾ വായിച്ചുകൊണ്ടേ ഇരിക്കുന്നത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് പാസ്റ്റ് കണ്ടിന്യൂസിലും ഇടയിൽ സംഭവിച്ച കാര്യം സിമ്പിൾ പാസ്റ്റിലും പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ നിയമം നോക്കാം. Two actions which were going on at the same time in the past. രണ്ടാമത്തെ നിയമം നോക്കാം. Two actions which were going on at the same time in the past. അതായത് ഭൂതകാലത്തില് ഒരേ സമയം തുടർന്നുകൊണ്ടിരുന്ന രണ്ട് സംഭവങ്ങളെ സൂചിപ്പിക്കാൻ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. ഭൂതകാലത്തില് നടന്നുകൊണ്ടിരുന്ന സെയിം ടൈമിൽ ഒരേ സമയത്ത് നടന്നുകൊണ്ടിരുന്ന പാസ്റ്റില്, അതായത് ഭൂതകാലത്തിന് സെയിം ടൈം ഒരേ സമയത്ത് നടന്നുകൊണ്ടിരുന്ന രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കാൻ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കാം. വൈൽ ഐ വാസ് ഡ്രൈവിംഗ് ഷീ വാസ് റീഡിങ് വിജയരേഖ. ഇവിടെ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവള് വിജയരേഖ വായിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടും ഒരേ സമയം നടന്നതാണ്. അത് പാസ്റ്റ് കണ്ടിന്യൂസിൽ പറയാം. ഇറ്റ് വാസ് റെയിനിങ് വൈൽ ഹി വാസ് റീഡിങ്. മഴ പെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഹി വാസ് റീഡിങ്, അവൻ വായിച്ചുകൊണ്ടേയിരിക്കുന്നു. രണ്ടും ഒരേ സമയത്ത് നടക്കുന്നതാണ്. ഷീ വാസ് ഡാൻസിങ് വൈൽ അരുൺ വാസ് സിംഗിങ്. അരുൺ പാട്ട് പാടിക്കൊണ്ടേയിരിക്കുമ്പോൾ അവൾ ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കുന്നു. രണ്ടും ഒരേ സമയം നടക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസിൽ പറയാം. അപ്പൊ ഭൂതകാലത്തിൽ നടന്ന ഒരേ സമയത്ത് നടന്ന രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കാൻ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഫോം സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് അല്ലെങ്കിൽ V3 രണ്ടും ഒന്നാണ് പ്ലസ് ഒബ്ജക്റ്റ്. നോക്കാം. ഐ ഹാഡ് സീൻ ഫിലിം. ഇവിടെ ഐ എന്ന സബ്ജക്റ്റും ഹാഡ് ഉപയോഗിച്ചിട്ടുണ്ട്. V3 ഫോം സിയുടെ V3 ഫോം സീൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റ് ഫിലിമും. ഐ ഹാഡ് സീൻ ഫിലിം.
ഷീ ഹാഡ് ലവ്ഡ് ഹിം. ഷീ സബ്ജക്റ്റ്, ഹാഡ് ഉപയോഗിച്ചിട്ടുണ്ട്, ലവ്ഡ് V3 ഫോം ഉപയോഗിച്ചിട്ടുണ്ട്, ഹിം ഒബ്ജക്റ്റ്. ഷീ ഹാഡ് ലവ്ഡ് ഹിം. അതിന്റെ പാസ്റ്റ് പെർഫെക്റ്റിന്റെ നിയമം നോക്കാം. ഭൂതകാലത്തിൽ രണ്ട് പ്രവൃത്തികൾ നടക്കുകയാണെങ്കിൽ അവയിൽ ആദ്യം നടന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ പാസ്റ്റ് പെർഫെക്റ്റും രണ്ടാമത് സംഭവിച്ച പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ സിമ്പിൾ പാസ്റ്റും ഉപയോഗിക്കുന്നു. അതായത് ഭൂതകാലത്തിലും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് പറയുന്നത്. ഭൂതകാലത്തില് രണ്ട് സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ ആദ്യം സംഭവിച്ച പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് സംഭവിച്ചതിന് സിമ്പിൾ പാസ്റ്റിലും പറയുന്നു. ഒരിക്കൽ കൂടി, ഭൂതകാലത്തിൽ രണ്ട് പ്രവൃത്തികൾ നടക്കുകയാണെങ്കിൽ അവയിൽ ആദ്യം നടന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ പാസ്റ്റ് പെർഫെക്റ്റും രണ്ടാമത് സംഭവിച്ച പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ സിമ്പിൾ പാസ്റ്റുമാണ് ഉപയോഗിക്കുക. അപ്പം ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റും രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റിലും. നോക്കാം. When I reached the station, the train had left. ഇവിടെ സ്റ്റേഷനിൽ എത്തുന്നതിന് മുന്നേ ട്രെയിൻ പോയി. അപ്പൊ ആദ്യം പോയത് ട്രെയിനാണ്. അത് ഹാഡ് V3 ഉപയോഗിക്കണം. അതുണ്ടോ, ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. സബ്ജക്റ്റ് ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹാഡ് ലെഫ്റ്റ് എന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അതായത് ആദ്യം നടന്ന സംഭവം പാസ്റ്റ് പെർഫെക്റ്റിനും രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റിനും. വെൻ ഐ റീച്ച് ദ സ്റ്റേഷൻ V2 ഫോമാണ് ഉപയോഗിച്ചത്. വെൻ ഐ റീച്ച് ദ സ്റ്റേഷൻ, ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിന് പോയി. ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റിലും. വെൻ രാജു റീച്ച് ദ സ്കൂൾ, ദ ക്ലാസ് ഹാഡ് സ്റ്റാർട്ടഡ്. ദ ക്ലാസ് ഹാഡ് സ്റ്റാർട്ടഡ് എന്നത് പാസ്റ്റ് പെർഫെക്റ്റിലാണ്. ദ ക്ലാസ് ഹാഡ് സ്റ്റാർട്ടഡ് എന്നത് പാസ്റ്റ് പെർഫെക്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അത് ആദ്യം ആരംഭിച്ചിരിക്കുന്നു രാജു ക്ലാസ്സിൽ എത്തുന്നതിന് മുമ്പേ. അപ്പൊ രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റിൽ. വെൻ രാജു റീച്ച് ദ സ്കൂൾ എന്നും പറഞ്ഞിട്ടുണ്ട്. അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഫോം സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ഫോം. സബ്ജക്റ്റ്, ഹാഡ്, ബീൻ പ്ലസ് വെർബിംഗ് ഫോം ആണ്. എങ്ങനെയെന്ന് നോക്കാം. അതിനു മുന്നേ അതിന്റെ നിയമം. ഭൂതകാലത്തില് ഒരു പ്രവൃത്തി നടക്കുന്നതിന് മുൻപ് മറ്റൊരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവ പ്രകടിപ്പിക്കാൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നു. അതായത് ഭൂതകാലത്തില് ഒരു പ്രവൃത്തി നടക്കുന്നതിന് മുമ്പ് മറ്റൊരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഒരു പ്രവൃത്തി നടക്കുന്നതിന് മുമ്പ് മറ്റൊരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നത് സൂചിപ്പിക്കാൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതില് ഈ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും അതേസമയം രണ്ടാമതൊരു സംഭവം, ആ തുടർന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ രണ്ടാമതൊരു സംഭവം നടന്നാൽ അത് സിമ്പിൾ പാസ്റ്റിലുമാണ് ഉപയോഗിക്കുക. കാരണം ഇവിടെ നോക്കാം. എക്സാമ്പിൾ, ഐ ഹാഡ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം ആണ്. കാരണം ഐ എന്ന സബ്ജക്റ്റ്, ഹാഡ്, ബീൻ, റൈറ്റിംഗ് വെർബിംഗ് ഫോം ഉപയോഗിച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റ് വേണമെങ്കിൽ എഴുതാം. ഇവിടെ ഒബ്ജക്റ്റും ഒബ്ജക്റ്റ് എന്നത് ഇവിടെ ലെറ്റർ. അപ്പോൾ ഐ ഹാഡ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. അടുത്തത് ദേ ഹാഡ് ബീൻ കംപ്ലീറ്റിംഗ് ദ വർക്ക്. ദേ ഹാഡ് ബീൻ കംപ്ലീറ്റിംഗ് ദ വർക്ക്. ഐ ഹാഡ് ബീൻ റീഡിംഗ് 4 hours ബിഫോർ ഹി കെയിം. ഇതാണ് ഇപ്പൊ പറഞ്ഞ നിയമം. ഈ രണ്ടെണ്ണം ഈ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ഫോം പ്ലസ് ഒബ്ജക്റ്റിന്റെ ഫോമാണ്. ഐ ഹാഡ് ബീൻ റൈറ്റിംഗ് എ ലെറ്ററും ദേ ഹാഡ് ബീൻ കംപ്ലീറ്റിംഗ് ദ വർക്കും. എന്നാൽ ഇത് വന്നിട്ട് ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തി നടക്കുന്നതിന് മുൻപ് മറ്റൊരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവ പ്രകടിപ്പിക്കാൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. അതിലെ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ പാസ്റ്റ് കണ്ടിന്യൂസിലും ഇടയിൽ സംഭവിച്ചത് സിമ്പിൾ പാസ്റ്റും. ഇവിടെ ഐ ഹാഡ് ബീൻ റീഡിങ്, ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്. 4 മണിക്കൂർ മുന്നേ അതിനിടയിൽ ഹി കെയിം വന്നു എന്നുള്ളതാണ്. അപ്പൊ ഇടയിൽ സംഭവിച്ചത് ഹി കെയിം എന്നത് സിമ്പിൾ പാസ്റ്റിലും ഇവിടെ ഐ ഹാഡ് ബീൻ എന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പ്രസന്റ് ടെൻസിന്റെയും പാസ്റ്റ് ടെൻസിന്റെയും ഫുള്ള് ആയിട്ടുണ്ട്. ഇനി ഫ്യൂച്ചർ ടെൻസ് ആണ് എടുക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.